കഴിഞ്ഞ വീഡിയോയിൽ നമ്മളങ്ങനെ കീപാസ് XC ഉപയോഗിക്കുന്നുള്ള പഠിച്ചു. അതിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി. ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നതും ആ ഡേറ്റാബേസിനകത്ത് ഒരു ഫസ്റ്റ് എൻട്രി കൊടുക്കുന്നതും പഠിച്ചത്. അപ്പോൾ ഇതിൽ മിസ്സായിപ്പോയ ചില കാര്യങ്ങൾ ഞാൻ പറയും. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കീപാസ് XC എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉബുണ്ടു ഉപയോഗിക്കുന്ന സിസ്റ്റം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കേസിൽ KDE ആണെന്നുണ്ടെങ്കിൽ KDEയുടെ കുബുണ്ടു എന്ന് പറയുന്ന വെർഷൻ, അതായത് ഉബുണ്ടു ബേസ്ഡ് ആയിട്ടുള്ള KDE എഡിഷനാണ് കുബുണ്ടു എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കമാൻഡ് റൺ ചെയ്താൽ മതി. sudo apt install keepass XC ഇതിൽ മതിയാവും. ഇത് ഒരു മെത്തേഡാണ്, ഇത് ഫാസ്റ്റ് മെത്തേഡാണ്, സ്റ്റേബിളാണ്. ഒരു ടെർമിനൽ എടുക്കുക, ടെർമിനകത്ത് സൂപ്പർ യൂസർ ആവുക, അതിനുശേഷം sudo apt install keepass XC എന്ന് കൊടുത്താൽ മാത്രം മതിയാവും. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇത്ര മാത്രം കൊടുത്താൽ sudo apt install keepass XC എന്ന് കൊടുത്തിട്ട് എൻ്റർ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സൂപ്പർ യൂസർ പാസ്വേഡ് ചോദിക്കും, നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റർ പാസ്വേഡ് ചോദിക്കും. ആ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക, നിങ്ങൾ നോർമൽ ലോഗിൻ ചെയ്യുന്ന പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തിട്ട് എസ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഇൻസ്റ്റാൾ ആയിക്കോളും. ഓക്കെ, ഇതൊരു മെത്തേഡാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോഫ്റ്റ്വെയർ റെപ്പോസിറ്ററി കയറാം. എനിക്ക് തോന്നുന്നത് KDEയുടെ കേസിൽ ഡിസ്കവർ എന്നായിരിക്കും സോഫ്റ്റ്വെയർ റെപ്പോസിറ്ററിയുടെ പേര്. ഇപ്പം ഡിസ്കവർ എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ ഓക്കെ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന മഞ്ചായ ലെൻസാണ്, അതുകൊണ്ട് ഡിസ്കവർ അല്ല. ഞാൻ ഈ റൺ ചെയ്യുന്ന സോഫ്റ്റ്വെയർ അല്ല, OS മഞ്ചായ ലെൻസാണ്, അതുകൊണ്ട് അതിൻ്റെ ഡിസ്കവർ ആയിരിക്കില്ല. പക്ഷേ നിങ്ങളുടെ കേസിൽ ഉബുണ്ടു ഉപയോഗിക്കുന്നതിന് ഡിസ്കവർ ആയിരിക്കും. ജസ്റ്റ് ഏറ്റവും എളുപ്പമുള്ള വഴി ടെർമിനൽ എടുക്കുക, ഒരു ടെർമിനൽ ഓപ്പൺ ചെയ്യുക, ഈ കമാൻഡ് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പം ഇൻസ്റ്റാൾ ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല, അതിൻ്റെ മെത്തേഡാണ് ഇപ്പം പറഞ്ഞത്. ഇനി ചെയ്യാൻ പോണത് കീപാസ് XC ഓപ്പൺ ചെയ്യാൻ പോണേ. അത് 2-3 കാര്യം എനിക്ക് പറയാനുണ്ട്. നമുക്കിവിടെ ഒരു കീപാസ് XCക്കകത്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു ഓക്കെ, അപ്പോൾ ഞാൻ പാസ്വേഡ് ടൈപ്പ് ചെയ്ത്, അപ്പോൾ ആലോചിക്കുക എപ്പോഴും കീപാസ് XC ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പം ആ ഡേറ്റാബേസ് ഏതാണോ ഉപയോഗിക്കുന്നത് ആ ഡേറ്റാബേസിന് പാസ്വേഡ് വയ്ക്കും. ഇതിൻ്റെ പാസ്വേഡ് എനിക്ക് ഓർമ്മയുണ്ട്, അതുകൊണ്ട് ആ പാസ്വേഡ് ടൈപ്പ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് എപ്പോഴും ഒരു മെയിൻ ഫോൾഡർ കാണും. ആ മെയിൻ ഫോൾഡറിൻ്റെ താഴെ ആയിരിക്കും സപ്പോർട്ട് വരിക. അപ്പോൾ ഈ നമ്മൾ അന്ന് ക്രിയേറ്റ് ചെയ്തതിന് ഇമെയിൽസ് എന്ന് കൊടുത്തില്ല, ഇതാണ് നമ്മുടെ മെയിൻ ഫോൾഡർ. അതൊക്കെ തൽക്കാലത്തേക്ക് ഞാൻ ഈ മെയിൻ ഫോൾഡറിൻ്റെ പേര് മാറ്റാം. ഞാൻ എളുപ്പവഴി അത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഡബിൾ ക്ലിക്ക് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്. അതിനകത്ത് പ്രസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ഗ്രൂപ്പ് കൊടുത്താൽ ഈ ഗ്രൂപ്പിൻ്റെ പേര് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് പാസ്വേഡ്സ് എന്ന് പറഞ്ഞ് കൊടുക്കാൻ പോകുന്നത്, മൈ പാസ്വേഡ്സ് എന്ന് പറഞ്ഞ് കൊടുക്കാൻ പോകണം. ഓക്കെ, ഞാൻ ജസ്റ്റ് കാണിച്ചു പോകുന്നില്ല അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ മൈ പാസ്വേഡ് എന്നുള്ളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. അതിനകത്തുള്ള ആദ്യത്തെ എൻട്രിയാണ് ഏതു കൈലാസ് 5@gmail, അതൊരു ജിമെയിൽ എൻട്രിയാണ്. അപ്പോൾ എനിക്ക് ഈ ജിമെയിൽ എൻട്രി എന്ന് പറയുന്നത് ശരിക്കും ഇതൊരു ജിമെയിൽ അല്ലേ. എനിക്ക് ഗ്രൂപ്പുകൾ ഒന്നിലധികം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓരോ ഗ്രൂപ്പിലും ഓരോ സെക്ഷൻ കൊടുക്കാൻ പറ്റും. ഉദാഹരണം എനിക്കിങ്ങനെ മൈ പാസ്വേഡ് എന്നാണ് ഉദ്ദേശിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പാസ്വേഡും വരുന്ന ഗ്രൂപ്പ് ഇതാണെന്നാണ്. എനിക്ക് അങ്ങനെ വേണ്ട, പകരം എനിക്ക് മൈ പാസ്വേഡിൻ്റെ അകത്ത് വേറെ ഫോൾഡറാണ്. ആ ഫോൾഡറിൻ്റെ പേര് ഇമെയിൽ എന്നായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്തായിരിക്കും ജിമെയിൽ, ഹോട്ട്മെയിൽ, യാഹൂ മെയിൽ, അങ്ങനെ മെയിലുകളുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്കൊരു എന്താണ് ഈ പറഞ്ഞ ഗ്രൂപ്പിൻ്റെ അകത്ത് എനിക്ക് വേറെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് വെച്ചാൽ ഏത് ഗ്രൂപ്പിനകത്താണോ മറ്റേ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം, ആദ്യം ആ ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യും. ഇപ്പോൾ മൈ പാസ്വേഡ് സെലക്ട് ചെയ്ത് അതിനകത്ത് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ന്യൂ ഗ്രൂപ്പ് കൊടുത്താൽ മതി. ന്യൂ ഗ്രൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് വരും. ഈ ഗ്രൂപ്പിനെ പേര് കൊടുക്കുമ്പോൾ ഇമെയിൽസ് എന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ ഈ മൈ പാസ്വേഡ് വെക്കുമ്പോൾ എനിക്ക് പാസ്വേഡ് കാണാൻ പറ്റും, ജിമെയിൽ എന്നുള്ള കാണാൻ പറ്റും, ഇമെയിൽസ് വെക്കുമ്പോൾ കാണാൻ പറ്റില്ല. അതിൻ്റെ കാര്യം ഇമെയിൽ എന്നുള്ള ഗ്രൂപ്പിനകത്തല്ല നമ്മൾ ക്രിയേറ്റ് ചെയ്ത ജിമെയിൽ കൈലാസ് എന്നുള്ള ഈ ഫയലിൽ കിടക്കുന്നത്. അത് മറ്റൊരു മൈ പാസ്വേഡ് എന്നുള്ള ഗ്രൂപ്പിലാണ് കിടക്കുന്നത്. അപ്പോൾ എനിക്ക് എങ്ങനെ ഈ ഇമെയിലിലോട്ട് കൊണ്ടുവരാൻ ഒരു വഴി എന്ന് വെച്ചാൽ ഇമെയിലിൻ്റെ ഫോൾഡർ എംപ്റ്റി ഇല്ല. അപ്പോൾ ഞാൻ അത് ഇമെയിൽ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. മൈ പാസ്വേഡ് സെലക്ട് ചെയ്തിട്ട് ഈ ജിമെയിൽ എന്നുള്ളതിനെ ഞെക്കും. അതിനെ പ്രസ് ചെയ്തതിന് ശേഷം അതിനെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്താൽ മതി. അപ്പം ലെഫ്റ്റ് മൗസ് തൊട്ട് ഞെക്കി പിടിക്കുക ജിമെയിൽ എന്നുള്ളതിന്, അതിനിങ്ങനെ ഡ്രാഗ് ചെയ്യുക, ഇമെയിൽസിൽ കൊണ്ടുവരിക. ഇനി അങ്ങനെ കൊണ്ടിട്ട് മൈ പാസ്വേഡ് എടുക്കുമ്പം എന്ത് കാണില്ല, ജിമെയിൽ കാണത്തില്ല, അത് ഇമെയിൽ എന്നുള്ള ഫോൾഡറിലാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആലോചിക്കുക, ഞാനിപ്പോൾ ഇൻ കേസ് എപ്പോഴും ഞാൻ പറയുന്നത് എനിക്ക് ഏത് ഫോൾഡറിൻ്റെ അകത്താണോ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ട ആ ഫോൾഡറാണ് സെലക്ട് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾ അറിയാതെ ഇമെയിൽ എന്നുള്ളൊരു ഫോൾഡറാണ് സെലക്ട് ചെയ്ത് വെച്ചു, നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ ഗ്രൂപ്പ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് നിങ്ങൾ തൽക്കാലത്തേക്ക് കൊടുക്കാൻ പോകുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉടമയുടെ അക്കൗണ്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എഡ്യൂക്കേഷൻ എങ്ങോട്ട് പോയി നോക്കുക, ഏതിൻ്റെ അകത്തോട്ട് പോയി കഴിഞ്ഞ് ഇമെയിൽസ് എന്നുള്ള അകത്തോട്ട് പോയി അത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഈ ഡ്രോപ്പ് ഡൗൺ മെനു ഉണ്ട്. ഈ ഡ്രോപ്പ് ഡൗൺ മെനു ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എനിക്ക് ഇമെയിൽസ് കിട്ടും. കാരണം മൈ പാസ്വേഡിൻ്റെ അകത്താണ് ഇമെയിൽസ്. ഇനി ഇമെയിൽസിൻ്റെ അകത്താണ് എന്ത് കിടക്കുന്നത്, എഡ്യൂക്കേഷൻ കിടക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ ആ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ഗ്രൂപ്പ് കൊടുക്കുക. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ഗ്രൂപ്പ് കൊടുത്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് ഡിലീറ്റ് ആകും. ഗ്രൂപ്പ് ഡിലീറ്റ് ആകുമ്പോൾ ശ്രദ്ധിച്ചോളാം, അതിൻ്റെ അതുപോലെ പാസ്വേഡും പോകും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി എനിക്കിപ്പം എഡ്യൂക്കേഷൻ എന്നുള്ള ഗ്രൂപ്പ് വരേണ്ട, മൈ പാസ്വേഡിൻ്റെ അകത്താണ്. അപ്പം നമ്മൾ ഇമെയിൽ അല്ല സെലക്ട് ചെയ്യണം, മൈ പാസ്വേഡ് സെലക്ട് ചെയ്യും. ഞാൻ ഒന്നുകൂടെ പറയണം,
എങ്ങനെയാണ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ഗ്രൂപ്പിൻ്റെ അകത്താണ് മറ്റൊരു സബ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ട. അപ്പോൾ മെയിൻ ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യണം, എന്നിട്ട് എന്ത് ചെയ്യണം, ന്യൂ ഗ്രൂപ്പ് എന്ന് കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് എഡ്യൂക്കേഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ഒരു കാര്യം ഏതാണ്, മൈ പാസ്വേഡിൻ്റെ അകത്ത് 2 തരം ഗ്രൂപ്പുണ്ട്, ഇമെയിലുണ്ട്, എഡ്യൂക്കേഷനുണ്ട്. ഓക്കെ, ഇനി എഡ്യൂക്കേഷനിൽ എനിക്ക് പുതിയൊരു എൻട്രി ക്രിയേറ്റ് ചെയ്യണം. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ള പറഞ്ഞുതരാം. നിങ്ങൾക്ക് 2 രീതിയിൽ കീപാസ് ഉപയോഗിക്കാൻ പറ്റും. ഒന്ന്, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കീപാസ് ഉപയോഗിക്കാൻ പറ്റും. തൽക്കാലത്ത് ഞാൻ ഗിറ്റ്ഹബ് എന്നുള്ള വെബ്സൈറ്റ് എടുക്കുന്നു. ഗിറ്റ്ഹബിനകത്ത് എങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് എന്നുള്ള പറഞ്ഞത് ഖാൻ അക്കാഡമിയിൽ ചെറിയ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് എനിക്കത് പറയാൻ പറ്റുന്നത്. നമ്മൾ ക്ഷമിക്കുക. ഗിറ്റ്ഹബിനകത്ത് എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുള്ള പറഞ്ഞത്. ഇപ്പം ഗിറ്റ്ഹബിനകത്ത് സൈനപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കും. ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. അപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ഒരു എഡ്യൂക്കേഷൻ എന്നുള്ള ഓപ്ഷനിൽ ഞാനൊരു പുതിയ എൻട്രി ക്രിയേറ്റ് ചെയ്യണം. എനിക്ക് ഗിറ്റ്ഹബിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഗിറ്റ്ഹബ് എന്നല്ല, നോർമലി ഒരു വെബ്സൈറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3 കാര്യങ്ങൾ ചോദിക്കും. ഒരു യൂസർ നെയിം ചോദിക്കും, ഇമെയിൽ അഡ്രസ്സ് ചോദിക്കും, പാസ്വേഡ് ചോദിക്കും. അത് 3 ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി യൂസർ നെയിം ഇവിടെ ഞാൻ ഫില്ല് ചെയ്യാൻ പോകുന്ന ഡേറ്റ എനിക്ക് ഇവിടെ കിട്ടണം, കീപാസിൽ കിട്ടണം. ശരിക്കും കീപാസിൻ്റെ ഉപയോഗമല്ല, കീപാസിന് ശരിക്കും പാസ്വേഡ് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഡേറ്റ എങ്ങനെ അവിടെ കിട്ടാമെന്നുള്ള നമുക്ക് നോക്കാം. അതിന് എളുപ്പ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് ഫോൾഡറിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അവിടെ പോയിട്ട് ഒരു പുതിയൊരു എൻട്രി ക്രിയേറ്റ് ചെയ്യണം. ആദ്യത്തെ എൻട്രിയിലാണ് കൊടുക്കാൻ പോകുന്നത് ഗിറ്റ്ഹബ് എന്ന് കൊടുക്കാൻ പോകുന്നത്. അതാണ് ഗിറ്റ്ഹബിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും പോയിരിക്കുന്നത്. അപ്പോൾ ഗിറ്റ്ഹബ് എന്ന് കൊടുക്കുന്നത് അവിടെ കൊടുക്കാൻ പോകുന്നത് യൂസർ നെയിം ഇവിടെ എന്ത് ടൈപ്പ് ചെയ്യുന്നത് അവിടെ കൊടുക്കണം. ഞാൻ തൽക്കാലത്തേക്ക് ഏതു കൈലാസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഏതു കൈലാസ്. ഇത് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതിനെ കോപ്പി ചെയ്ത് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ട് യൂസർ നെയിം പേസ്റ്റ് ചെയ്യും. ഇത്രയുള്ള സംഭവം. ഇനി ഇവിടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് പാസ്വേഡ് നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ കോപ്പി പേസ്റ്റ് ചെയ്യാം. അതിനെക്കാട്ടി എളുപ്പം എന്താ, നല്ല സ്ട്രോങ് പാസ്വേഡ് നമുക്ക് ഏത് വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, കീപാസ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാം. കീപാസിൻ്റെ ഉപയോഗം തന്നെ അതാണ്. അപ്പോൾ ഈ ജനറേറ്റ് പാസ്വേഡ് എന്നുള്ള ഐക്കണി വെക്കും. അതിനുശേഷം 20 അക്കത്തിൻ്റെ ഒരു പാസ്വേഡ് ഞാൻ ജസ്റ്റ് അപ്ലൈ പാസ്വേഡ് കൊടുക്കും. അതെനിക്ക് വേണമെങ്കിൽ ഇവിടെ കാണാൻ പറ്റും, കാണാൻ പഠിക്കണമെന്നില്ല. ഓക്കെ, ഇനി എക്സാമ്പിൾ URL കൊടുക്കുമ്പം പ്രത്യേകിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. URL നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് കൊടുക്കുന്നത്. URL എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് github.com എന്നുള്ളതാണ് എൻ്റെ URL എന്ന് പറഞ്ഞത്. അത് തൽക്കാലത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഞാൻ ഇവിടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുമ്പം നിങ്ങൾ ഏത് ഇമെയിൽ അഡ്രസ്സ് കൊടുത്തോ ആ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാം. അതിനൊരു എളുപ്പ വഴിയുണ്ട്. തൽക്കാലത്തേക്ക് അതിലോട്ട് പോകുന്നില്ല. തൽക്കാലത്തേക്ക് ഇതൊന്ന് കട്ട് ചെയ്യാൻ പോകണം. ആ യൂസർ നെയിം ഒന്ന് കട്ട് ചെയ്യാൻ പോകണം. കട്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഏതു കൈലാസം കൊടുക്കുമ്പം ഈ കീപാസിനൊരു പ്രത്യേകമുണ്ട്. കീപാസിനകത്ത് നിങ്ങൾ മുമ്പ് ടൈപ്പ് ചെയ്ത ഡേറ്റ നിങ്ങൾക്ക് ഓട്ടോ ഫില്ല് വരും. ഇപ്പോൾ യൂസർ നെയിമിൻ്റെ ഭാഗത്ത് ഞാനിപ്പോൾ ഏതെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇമെയിൽ അഡ്രസ്സിൻ്റെ പകുതി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുള്ള് ഫില്ല് ചെയ്യുന്ന രീതി വരും. ഇന്ന് ഓട്ടോ ഫില്ലെന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഈ ഇമെയിൽ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഓക്കെ, അപ്പോൾ എനിക്കിത് ഓട്ടോ ഫില്ല് ചെയ്യാൻ വേണ്ടി റൈറ്റ് ആർ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഓട്ടോ ഫില്ലാകും. എന്നിട്ട് ഇതിനെ കോപ്പി എടുക്കാൻ പറ്റും. കോപ്പി എടുത്തിട്ട് ഞാനിവിടെ കൊണ്ടുപോയി കോപ്പി എടുക്കാൻ പറ്റും. കോപ്പി എടുത്തതിന് ശേഷം എനിക്കിവിടെ ഇമെയിലിൽ വരെ പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം ഒന്നുകൂടെ കോപ്പി ചെയ്യുന്നു, ഇതിൽ വരുന്നു, ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, ഇനി ഇമെയിൽ ഞാൻ നിങ്ങളുടെ കോപ്പി എടുക്കുന്നു, ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്യും. ഓക്കെ, ഇത് വേറെ കൊണ്ടല്ല, ഏത് ഇമെയിൽ അഡ്രസ്സാണ് കൊടുത്തതെന്ന് അറിയണം, അതുകൊണ്ടാണ് ഇവിടെ കൊടുത്തത്. ക്ലിയർ ആയല്ലോ. നിങ്ങൾക്ക് അത്രയും ക്രിയേറ്റ് ചെയ്തിട്ട് ഇനി ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്ത ആ പാസ്വേഡ് ഇങ്ങോട്ട് എങ്ങനെ പേസ്റ്റ് ചെയ്യുന്നുള്ള കാണിച്ചില്ല. ഇത് തൽക്കാലത്തേക്ക് ഓക്കെ കൊടുക്കുന്നു. ഇങ്ങനെ ഓക്കെ കൊടുക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാം. ഗിറ്റ്ഹബ് എന്ന് പറഞ്ഞാൽ എൻട്രി ക്രിയേറ്റ് ഈ എൻട്രിക്ക് എന്തൊക്കെ കാണും, ഈ എൻട്രിക്കകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഇതിനെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് എൻട്രി എന്ന് കൊടുത്താൽ മതി. എഡിറ്റ് എൻട്രി എന്ന് കൊടുക്കുമ്പോൾ എനിക്കിവിടെ അതിൻ്റെ ഡീറ്റെയിലുകൾ കാണാൻ പറ്റും. ഈ ഒരു പാസ്വേഡും ഉണ്ട്, ഒരു യൂസർ നെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്യാൻസൽ ചെയ്ത് തൽക്കാലത്തേക്ക് നിൽക്കുന്നു. ഇനി ഇതിൽ നിന്ന് എന്ത് ചെയ്യണം, എനിക്ക് പാസ്വേഡ് എന്ത് പേജ് ജനറേറ്റ് ചെയ്യണം, കീപാസ് XC പേജ് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ എനിക്കെന്തെങ്കിലും ഇവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ എന്നിട്ട് അത് സ്റ്റോർ ചെയ്യാം. അതിനെക്കാട്ടി എളുപ്പം എന്താ, കീപാസ് XC കൊണ്ടൊരു പാസ്വേഡ് ജനറേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഇപ്പോൾ നമ്മൾ ആദ്യം ഒരു പാസ്വേഡ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അത് കോപ്പി പേസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്ന അറിയാം, ആ എൻട്രിയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി പാസ്വേഡ് കൊടുക്കും. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എൻട്രീനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ പോയി ഈ കീയുടെ ചിഹ്നം ഞെക്കിയാൽ മതിയാവും. ഓക്കെ, ഇത് ഞെക്കിയിട്ട് 10 സെക്കൻഡിൽ ഇവിടെ വരണം, പേസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു പാസ്വേഡ് അവിടെ പേസ്റ്റ് ആയി കഴിഞ്ഞു. ഇനി ഇവിടെ മിക്കപ്പോഴും ഗിറ്റ്ഹബിലൊക്കെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളത് വെരിഫൈ എന്നുള്ള കാര്യം ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നല്ല. അപ്പോൾ ഇതൊരു മെത്തേഡാണ്, നിങ്ങൾക്ക് ഐഡിയ കിട്ടിയല്ലോ. ഒരു മെത്തേഡാണ് ഈ മെത്തേഡെന്ന് പറയുന്നത്. അതായത് നമുക്കൊരു ഗിറ്റബോ ഏതെങ്കിലും വെബ്സൈറ്റ് അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഇവിടെ ഒരു എൻട്രി തുടങ്ങിയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു മെത്തേഡ്. ഇതല്ലാതെ മറ്റൊരു മെത്തേഡ് എളുപ്പമാണ്. നിങ്ങൾക്ക് ആൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ട്, ഉടമയിൽ അക്കൗണ്ട് ഉണ്ട്, അതിൻ്റെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡൊക്കെ അറിയാമെങ്കിൽ ഞാനിവിടെ ഉടമി എന്നുള്ളൊരു അക്കൗണ്ട് കൊടുക്കുന്നു. അതിനുശേഷം എൻ്റെ ഏതു കൈലാസ്
ഏത് കൈലാസ് 5 കൊടുക്കാൻ യൂസർ നെയിം. പാസ്വേഡ് എനിക്കറിയാം. പാസ്വേഡ് ഞാൻ ഇവിടെ ജനറേറ്റ് ചെയ്യാൻ പോകുന്നില്ല, കാരണം നിങ്ങൾ ആൾറെഡി ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് ഉണ്ട്. ആ ടൈപ്പ് ചെയ്യുന്ന സ്വതഗതി കാണാൻ പറ്റില്ല. കാണാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യും, ഈ ഏറ്റവും അടുത്ത് ആ ഐയുടെ ചിഹ്നം ഞെക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വിസിബിൾ ആണ് പാസ്വേഡ്. ഇവിടെ എന്ത് ടൈപ്പ് ചെയ്താലും കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങളിപ്പോൾ തൽക്കാലം ടൈപ്പ് ചെയ്താൽ കൊല്ലം എന്നതാണെന്ന് വെച്ചോ. അപ്പോൾ ആ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ഇതിനെ സേവ് കൊടുത്താൽ മതി. സേവ് കൊടുത്താൽ ആ എൻട്രി എന്തായി കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന എൻട്രിയാണ്. അപ്പോൾ അത് എപ്പോൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വന്ന് അതിൻ്റെ കോപ്പി യൂസർ നെയിം കൊടുക്കാൻ പറ്റും. യൂസർ നെയിം കോപ്പി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പേസ്റ്റ് ചെയ്യുമ്പം ആ യൂസർ നെയിം വരും. ഇവിടെ വന്നിട്ട് പാസ്വേഡ് കോപ്പി ചെയ്യണമെങ്കിൽ കോപ്പി പാസ്വേഡ് കൊടുത്തിട്ട് പേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പാസ്വേഡ് വരും. ക്ലിയർ ആയല്ലോ. അപ്പോൾ 2 രീതിയിൽ Keepass XC ഉപയോഗിക്കുക. ഒന്ന് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് Keepass XC ഉപയോഗിക്കുക. അപ്പം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് Keepass XC ഉപയോഗിച്ച് കഴിഞ്ഞാൽ Keepass XC ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കിടിലൻ പാസ്വേഡ് കിട്ടും. അതായത് കുറച്ചുകൂടി ടഫായിട്ടുള്ള പാസ്വേഡ് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു എൻട്രി നമുക്ക് ക്രിയേറ്റ് നമ്മൾ ആൾറെഡി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. ഉടമയിൽ എനിക്ക് ആൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽ എനിക്കറിയാമെങ്കിൽ ഒരു എൻട്രി ക്രിയേറ്റ് ചെയ്തിട്ട് ആ എൻട്രിക്കകത്ത് എന്ത് ചെയ്യാൻ പറ്റും, എനിക്കറിയാവുന്ന ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. കാരണം ഇതിപ്പോൾ ഇത് രണ്ടും എനിക്കറിയാവുന്ന ഡേറ്റ, ഇത് ആൾറെഡി ഉള്ളൊരു അക്കൗണ്ടും അതിൻ്റെ പാസ്വേഡ്, അപ്പോൾ അത് മറക്കാതിരിക്കാൻ വേണ്ടി സ്റ്റോർ ചെയ്യാൻ പറ്റും. എൻ്റെ ബെറ്റർ അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ നിങ്ങൾ അക്കൗണ്ട് സ്വന്തമായിട്ട് ആദ്യമേ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് തന്നെ ഉപയോഗിക്കുക, Keepass ഉപയോഗിച്ചിട്ട് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യുക. ഈ പാസ്വേഡ് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല. ഈ പാസ്വേഡ് കോപ്പി ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സെലക്ട് ചെയ്തിട്ട് കോപ്പി പാസ്വേഡ് കൊടുത്താൽ മാത്രം മതിയാവും. അത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയല്ലോ. പിന്നെ ഒരു കാര്യം ആലോചിക്കുക, അന്ന് കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ സെക്യൂരിറ്റിയിൽ ക്ലിയർ ക്ലിപ്പ് ബോർഡ് ആഫ്റ്റർ 10 സെക്കൻഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അത് 10 സെക്കൻഡ് വരെ ക്ലിപ്പ് ബോർഡിൽ പേസ്റ്റ് ആയിട്ടിരിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ അത് പോകും. അതിനുള്ളിൽ വേണം ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ.